ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പോറ്റിയുടെ സുഹൃത്ത് അനന്ത സുബ്രഹ്മണ്യത്തെ ചോദ്യം ചെയ്യുന്നു എന്നുള്ള ഒരു നിർണായക വാർത്തയാണ് സിജോ വി ജോൺ ഈ ഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അനന്ത സുബ്രഹ്മണ്യം പോറ്റിയുടെ ഉറ്റ സുഹൃത്താണ് എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. SIT സംഘം, പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ അനന്ത സുബ്രഹ്മണ്യത്തെ ചോദ്യം ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ സിജോ വി ജോൺ ഉണ്ട്. സിജോ, എപ്പോഴാണ് ഈ അനന്ത സുബ്രഹ്മണ്യത്തെ SIT ഓഫീസിൽ എത്തിച്ച് ചോദ്യം ചെയ്യാൻ ആരംഭിച്ചത്? ഈ അനന്ത സുബ്രഹ്മണ്യം എന്നൊരു പേര് നമ്മൾ ഇതിനു മുൻപ് ഈ വാർത്തയുടെ ഇടയിൽ എങ്ങും കേട്ടിട്ടില്ല. എന്താണ് ശരിക്കും ഇതിന്റെ ഒരു ട്വിസ്റ്റ്? അല്പസമയം മുമ്പാണ് SIT ഇയാളെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്. ഈ അനന്ത സുബ്രഹ്മണ്യമാണ് ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്നത്. അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്താണ് അനന്ത സുബ്രഹ്മണ്യം. ഇയാള് 2019 ജൂലൈ 19 ഈ സ്വർണ്ണപ്പാളികൾ ശബരിമലയിൽ നിന്ന് 18 എടുക്കുന്നത്. അതിനുശേഷം 19 ഇത് കൈമാറുകയും ചെയ്യുന്നത്. ആ സമയത്ത് നേരത്തെ വന്നിരുന്ന വാർത്തകൾ പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ ശബരിമലയിൽ വെച്ച് ഈ സ്വർണ്ണപ്പാളികൾ എന്നായിരുന്നു. പക്ഷേ ഈ റിപ്പോർട്ടിലാണ്, ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ള വിവരങ്ങൾ വന്നിരുന്നത്. അതിന് പകരം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തായ അനന്ത സുബ്രഹ്മണ്യമാണ് ഈ സ്വർണം ശബരിമലയിൽ നിന്ന് ഏറ്റുവാങ്ങുന്നത്, സന്നിധാനത്ത് നിന്ന് ഏറ്റുവാങ്ങുന്നത്. അതിന്റെ രേഖകളിലും ഒപ്പിട്ടിരുന്നത് അനന്ത സുബ്രഹ്മണ്യമാണ് എന്നുള്ളത് സംബന്ധിച്ച് ഈ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇയാളുടെ സുഹൃത്തിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്. ചോദ്യം ചെയ്യൽ തുടരുകയാണ്. നമുക്ക് മനസ്സിലാവുന്നതനുസരിച്ച് ആദ്യഘട്ടത്തിൽ ഇയാളെ ഒറ്റയ്ക്ക് ഇരുത്തി, ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒരുമിച്ചിരുത്തി, അവരെ തമ്മിൽ ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലാണ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. എന്തായാലും നിർണായക വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അല്പസമയത്തിനകം തന്നെ അറിയാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തു. കാരണം ഈ സ്വർണം പോയ വഴികളിലൂടെയാണ് അന്വേഷണ സംഘം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും ദിവസമായി എന്തുകൊണ്ടാണ് മറ്റുള്ളവരിലേക്ക് അന്വേഷണം പോകാത്തത്, ചോദ്യം ചെയ്യൽ പോകാത്തത് എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ടായിരുന്നു. പക്ഷേ SIT കൃത്യമായ ഒരു കാര്യം ചെയ്യുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദമായി ചോദ്യം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് പരമാവധി വിവരങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട സ്വർണം ഏത് തരത്തിലാണ് കൊണ്ടുപോയിരിക്കുന്നത്, ആരൊക്കെ കൈമാറിയിരിക്കുന്നു, അതെവിടെ കട്ടുമറിക്കപ്പെട്ടു എന്നുള്ളത് സംബന്ധിച്ച വിവരങ്ങളും സൂചനകളും ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പടിപടിയായി ഈ അടുത്തേക്ക് പോവുകയും ചെയ്യുന്നത്. എന്തായാലും ആദ്യം ഈ സ്വർണം പോയ വഴികളിലൂടെ പോകുന്നു എന്നുള്ളത് നമുക്ക് ഇതിലൂടെ മനസ്സിലാവുന്നു, അന്വേഷണം പോകുന്നത് മനസ്സിലാവുന്നു. അതിനുശേഷമാകും ഈ പറയുന്ന ഉദ്യോഗസ്ഥ പങ്കിലേക്ക് കടക്കുകയും ചെയ്യുക. എന്തായാലും ഇനി വളരെ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കുന്നതിന്. കാരണം ഇടക്കാല റിപ്പോർട്ട് കൊടുക്കുന്നതിന്, അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കൊടുക്കുന്നതിന്. കാരണം 2 ആഴ്ചയ്ക്കകം ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് നൽകാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇടക്കാല റിപ്പോർട്ട് നൽകാനാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വളരെ വേഗത്തിൽ തന്നെ ഇത് സ്വർണം കൊണ്ടുപോയ, അത് കൈമാറിയ ആളുകളിലേക്ക് ഇതിന്റെ അന്വേഷണം പോകുന്നത്. ഇനി അറിയേണ്ടത് ഇയാൾ ആർക്ക് കൊടുത്തു തുടങ്ങിയ വിവരങ്ങളാണ്. അത് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അനന്ത സുബ്രഹ്മണ്യം ഇവിടെ നിന്ന് സ്വർണം വാങ്ങുന്നു, അതിനുശേഷം നാഗേഷ് എന്ന് പറയുന്ന മറ്റൊരാൾക്ക് കൊടുക്കുന്നു. നാഗേഷാണ് ഈ സ്വർണം ഹൈദരാബാദിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ വെച്ച് 39 ദിവസം നാഗേഷിന്റെ കൈവശം ഈ സ്വർണ്ണപ്പാളികൾ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിക്കുന്നതും അവിടെ ഇതിന്റെ പണികൾ നടക്കുന്നത്. അതിനിടയിൽ ഇത് അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള സംശയമാണ് ബലപ്പെടുന്നത്. കാരണം 39 ദിവസമാണ് ഒരു സ്വർണ്ണപ്പണി ചെയ്യുന്ന കടയുടെ ഉടമയുടെ കൈവശം, നാഗേഷിന്റെ കൈവശം ഇതുണ്ടായിരുന്നത്. അവിടെ വെച്ച് ഈ സ്വർണം കൈമാറിയോ, ഈ സ്വർണ്ണപ്പാളികളിലെ സ്വർണം അവിടെ മാറ്റി അതിന് പകരം വേറെ പാളിയാണോ അവിടെ കൊണ്ടുപോയത്, സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് പൂശിയത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിശദമായ അന്വേഷണത്തിലേക്ക് ഇപ്പോൾ SIT കടക്കുകയും ചെയ്യുന്നത്.